ഷെഫ് സോന ഫിലിപ്പാണ് എന്നോടൊപ്പം ഉള്ളത്. ഷോ തുടങ്ങാന്നൊക്കെ ചായ ഉണ്ടാക്കി എനിക്ക് എന്താ തിന്ന എനിക്ക് എന്താ അപ്പൊ അമ്മിച്ച പോലെ തനിക്ക് എന്നേരം ഇത് തന്നെയുള്ള പണി. നമ്മുടെ ചില സാധനങ്ങൾ അടിപൊളിയാ, അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മുടിയേ മുടി മാത്രമേ ഉള്ളൂ സൗന്ദര്യം. ഞാൻ ഇളക്കി തരണം, കുറച്ച് ഇളക്കാൻ വേണം. ഇങ്ങനെ ഒരുപാട് ഇളക്കണ്ടെന്നൊക്കെ ഞാൻ ഇഷ്ടമാകുമ്പോ നല്ലോണം വെന്തിരിക്കുമല്ലോ. ദശ മാത്രമായിട്ടുള്ള വെളിച്ചെണ്ണ കുറേ ഒഴിക്കും, നല്ല പൈസയല്ലേ ഇപ്പൊ വെളിച്ചെണ്ണക്ക്. കണ്ണൂരത്തെ ചിക്കൻ കറി എന്ന് പറയുമ്പോ ഭയങ്കര രസമാണ്. അതിന്റെ റെസിപ്പിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. അത് ശരി. സവാള, പച്ചമുളക്, മിൻഷയുടെ ലെഗ് പീസ്. 2 മണിക്കൂർ അതാദ്യം ജസ്റ്റ് പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. അതാ അപ്പൊ അതും കൂടി നമ്മള് കാണിച്ചിട്ടുണ്ട്. ബാത്റൂമാ പാത്രം. അതെ, അത് ശരിയാ. അത് എനിക്ക് ഇളക്കുന്ന ഇഷ്ടമല്ലേലും. പാചകം തന്നെയാണോ ഇളക്ക ഇഷ്ടം? ആയോ ചിക്കൻ കറി? ഹലോ, സുഖാണോ? സുഖം സുഖം. കൊറേ നാളായി വരണം എന്ന് വിചാരിക്കുന്നു. ഇന്ന സമയം കിട്ടി. ഓക്കെ, എല്ലാരും ഉണ്ടോ? വീട്ടിലേക്കാ. അപ്പൊ എനിക്കിന്ന് എന്താ ഉണ്ടാക്കി തരുന്നേ? ചിക്കൻ കറി. ചിക്കൻ കറിയും ചോറും തരാന്ന് വിചാരിച്ചു. നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു പറഞ്ഞു. ശരിയാണോ അമ്മേ? കറി ഉണ്ടാക്കും. പക്ഷെ അടുക്കളയിൽ അധികം കേറാറില്ലല്ലേ? അതെ, കേറി കഴിഞ്ഞാലേ പിന്നെ ഇവിടെ ഇറക്കത്തില്ല. മടിയാണ്. കേറി കഴിഞ്ഞാ ഫുള്ള് പണി തീർത്തിട്ട് ഇറങ്ങുള്ളൂ. പക്ഷെ പിന്നെ തുടങ്ങിയാലേ അമ്മ പിന്നെ പണി എടുക്കൂല, മടിച്ചായിട്ട് വെറുതെ എന്തിനാ. അമ്മ പണ്ട് അമ്മയാണോ എല്ലാം പഠിപ്പിച്ചേ? അങ്ങനൊന്നുമില്ല, ഞാൻ പഠിപ്പിച്ചൊന്നും കൊടുത്തിട്ടില്ല. ചെറുപ്പം തൊട്ട് പണിയെടുക്കുമായിരുന്നോ? ചെറുപ്പത്തിലേക്കൊന്നും അങ്ങനെ പണിയൊന്നും എടുക്കലായിരുന്നു. വീട് അടിച്ചു തുടക്കല് അതൊക്കെ ചെയ്യിപ്പിക്കുള്ളൂ. ചെയ്തില്ലെങ്കിൽ ബക്കറ്റിന് അടിക്കാറുണ്ട്. ബക്കറ്റിന് അടിക്കൂല്ലേ? അതുപോലെ അമ്മ ആ രീതിയിൽ എടുത്താ മതി. പണ്ടത്തെ കാര്യല്ലേ? ശരി. കുഞ്ഞിലെ പാത്രം കഴുകിയില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, അമ്മക്ക് മടിയാണ് ചെയ്യാൻ. നന്നായി പറഞ്ഞ പോലെ എല്ലാം ചെയ്തു മെനയൊക്കെ ഇടും, അല്ലെങ്കിൽ ഇല്ല. ഇത്രേ ഉള്ളു. ചിക്കൻ വരട്ടിയതാണ്. കൊച്ചി സ്പെഷ്യൽ ചിക്കൻ കറി. കൊച്ചി സ്പെഷ്യൽ കറി. അമ്മ നന്നായിട്ട് ബിന്ദാലും ഉണ്ടാക്കാറുണ്ടെന്ന്. ബിന്ദാലും എങ്ങനെയാ ഉണ്ടാക്കുക? അതെ, ഞാൻ പറയണേ. നാണക്കാരിയാ. എന്തിനാ നാണിക്കുന്നേ? എന്റെ അടുത്തോട്ടേക്ക് സംസാരിച്ചോ. എന്തെങ്കിലും സംസാരിക്കും. നല്ലോണം ഉണ്ടാക്കും. ദേഷ്യപ്പെടാൻ ബെസ്റ്റ് എന്റെ അമ്മ. അത് വേറെ ഒന്നല്ല, ഒന്നും ഉള്ളിൽ വെച്ച് പെരുമാറില്ല. എന്താണെങ്കിലും മൊത്തടിച്ച് അങ്ങോട്ട് പറഞ്ഞോളൂ. ഇപ്പൊ എന്നോട് പറഞ്ഞത് കൊച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ കറി. ഞാൻ കൊച്ചിക്കാരുടെ ഒരു ചിക്കൻ കറി കൂട്ടിയിട്ടില്ല, ഈ ഹോട്ടലിൽ നിന്നൊക്കെ കൂട്ടിയിട്ടുള്ളൂ. അതിന് എന്തൊക്കെയാണ് ഇതിൽ ഇട്ടേക്കുന്നതെന്ന്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിപ്പോ ചിക്കൻ ഉണ്ട്. മെയിൻ നമ്മുടെ ചിക്കൻ വേണമല്ലോ. ജസ്റ്റ് നമ്മള് എന്താ പറയാ മസാല പരട്ടി. പിന്നെ ഉള്ളില്ല, സവാള ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾ പൊടി, കുറച്ച് മസാലപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഉപ്പും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിപ്പോ ജസ്റ്റ് പെരട്ടി വെച്ചേക്കുക. ഇനി ഇല്ല, ഇത് നമുക്ക് താളിക്കാൻ വേണ്ടി. കറിവേപ്പിലേക്ക് ലാസ്റ്റ്. ഇത് അധികം ചാറാക്കണ്ട കേട്ടാ. ഓക്കെ, പെരട്ടിയെ കറിയാൻ മതിയെന്നല്ലേ? ചാറാക്കിട്ടാണ് കറി ഷോ തുടങ്ങാന്നൊക്കെ. അപ്പൊ ഇനി ഓരോ യൂട്യൂബ് ബ്ലോഗ് ഉണ്ട് ചെറുതായിട്ട്. ആണോ? നേരത്തെ കേട്ടോ, ആ ഒരു കൊറോണ ടൈമില് തുടങ്ങിയതായിരുന്നു. ഇതിൽ ആരാ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നേ? സ്വന്തം ചെയ്യും. എനിക്ക് മടിയുണ്ട്. ഉള്ളത് പറ. എനിക്ക് മടിയാണ്, ഭാര്യ പറയല്ല. അപ്പനെ എന്നേരം മധുരം വേണം. അപ്പനെ എപ്പ വിളിച്ചാലും എടോ ചായ ഉണ്ടാക്കി വെക്കുക, എനിക്ക് എന്താ തിന്ന, എനിക്ക് എന്താ. അപ്പൊ അമ്മിച്ച പോലെ തനിക്ക് എന്നേരം ഇത് തന്നെയുള്ള പണി.
ചായ അല്ലേ അപ്പം ചോദിച്ചുള്ളൂ. ആരും വന്നാലും അച്ഛൻ ചായ ഇടാൻ പറയും. എന്തുകൊണ്ടാന്നോ അച്ഛനപ്പം ചായ ഇട്ടു. അച്ഛന് ഭയങ്കര ഇഷ്ടം. അമ്മ ഇട്ട് കൊടുക്കോട്ടെ എപ്പോഴും. പക്ഷെ അപ്പന് ഇച്ചിരി കൂടുതലാ ചായ കുടി. എത്ര ചായ കുടിക്കും ഒരു ദിവസം? അത് പുറത്തുനിന്നും പോയി കുടിക്കും. അകത്തുനിന്ന് ചായ കുടിക്കും. രണ്ട് കാലത്തും വൈകുന്നേരം മാത്രം. മധുരം നന്നായിട്ട് വേണോ? മധുരം വേണം. അപ്പന്റെ മെയിൻ എന്താർന്നമ്മ? എന്താണ് എന്താ സാധനം പറഞ്ഞ? ചോറിന്റെ ചക്കരച്ചോറ. ചക്കരച്ചോറ് അപ്പന്റെ ഫേവറേറ്റ്. ശർക്കര ഇട്ട് അരിയില്ലേ പച്ചരി അങ്ങോട്ട് ബാക്കിലേക്ക് പായസം പോലെയാ? പായസം അല്ല, അത് നല്ലോണം ഇങ്ങനെ ഇതായിട്ടിരിക്കും. എന്താ എനിക്ക് പറയാനറിയില്ല. അത് നല്ല പെരട്ടിയ നമ്മുടെ ഏലക്ക പൊടിയൊക്കെ ഇട്ട് ശർക്കര പിഴിഞ്ഞ് അതിലിട്ടിട്ട് പാലൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റാ. അപ്പന് ഭയങ്കര ഇഷ്ടാ അത്. ഇന്ന് ഉണ്ടാക്കുന്നുണ്ടോ? അമ്മ അതില് ഞാൻ എക്സ്പേർട്ട് അല്ല. അമ്മയുടെ ചില സാധനങ്ങൾ അടിപൊളിയാ. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അമ്മ ഉണ്ടാക്കണ തന്നെ ഇഷ്ടം. അമ്മയുടെ വീട് ഇവിടെ തന്നെയാണോ? ചെറിയടവും ചെറിയടവ് കമ്പനിപ്പടി എന്ന് പറയും. കമ്പനിപ്പടി ഇല്ല, കണ്ണമാലി കമ്പനിപ്പടി ഇവിടെ കണ്ണമാലി റൂട്ട്. അമ്മേ പിന്നെ ആദ്യം നമ്മുടെ ഫിലിപ്പേട്ടൻ ഹസ്ബൻഡ് മമ്മൂക്കയെ പോലെ ഉണ്ടെന്ന് എല്ലാരും പറയാറുണ്ട്. ബാക്കൊക്കെ അതുപോലെ തന്നെ മുടിയേ മുടി മാത്രമേ ഉള്ളൂ സൗന്ദര്യം. അല്ല നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പണ്ടൊക്കെ മമ്മൂട്ടിയുടെ ഭംഗിയൊന്നുമില്ലെന്ന്. പാവപ്പ പക്ഷെ നല്ല ഒരു രസമുണ്ട്. ഭംഗിയാണ്. കല്യാണം കഴിക്കുമ്പോ എങ്ങനെയായിരുന്നു? ഭംഗിയുണ്ടായിരുന്നു. ഓ സുന്ദരനായിരുന്നിട്ടോ. അപ്പന്റെ പണ്ടത്തെ ഫോട്ടോ അടിപൊളിയാ. ഭയങ്കര സുന്ദരനാ. ആ സൗന്ദര്യത്തിലാണ് വീണേ. അങ്ങനൊന്നുമില്ല, വേണ്ട കാണാൻ. എന്നാലും എന്നാലും ആ മുടിയുടെ ഒരു സ്റ്റൈലൊക്കെ ഇല്ലേ എല്ലാരും പറയുമായിരുന്നോ? ചിലര് പറയും ഇങ്ങനെ. അപ്പൊ സന്തോഷാവോ അതോ? സന്തോഷം, കുഴപ്പമില്ല. കെട്ടിയ സുന്ദരനെന്ന് പറഞ്ഞ ആർക്കാ സന്തോഷമില്ലാത്ത? അമ്മരെ അത്രയും മമ്മൂട്ടി നല്ല സുന്ദരനല്ലേ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ എവിടുന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നോ? വഴക്കൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് എനിക്കാണ് ദേഷ്യം കൂടുതൽ. ആ ദേഷ്യം കൂടുതൽ അമ്മക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര കൂളായിട്ടാണല്ലോ പണ്ടേ. വീട്ടില് അപ്പം ഭയങ്കര ബഹളിയ, പുറത്തപ്പം പാവ. അപ്പൊ ശരിക്കും സോനക്കാരുമായിട്ട് അടുപ്പം അച്ഛനായിട്ട് അമ്മയായിട്ട് പനിയാണ് കൂടുതൽ ഇഷ്ടം. ആണോ? എനിക്കിഷ്ടം അമ്മനെ. അല്ലെങ്കിൽ പെൺകുട്ടിക്ക് അച്ഛന്മാരോടാണ് കൂടുതൽ അടുപ്പം എന്ന് പറയും. അടുക്കളയിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ ഉള്ളി താളിക്കാൻ വേണ്ടി പോവാണ്. ഇളക്കണ സവാള. ഉള്ളി ഉള്ളിന്ന് പറയും. സവാളയും ഇപ്പൊ പച്ചമുളക്, വേപ്പില ചെറുതായിട്ടൊരു പെട്ടെന്ന് വാടും അല്ലേ? പെട്ടെന്ന് വാടിക്കിട്ടും. എനിക്കറിയാതൊക്കെ, ഞാനും പാചകമൊക്കെ ചെയ്യുമല്ലേ? ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കില്ല. ഇതിപ്പോ കൊറേ ഒന്നും മൊരിയണോ? ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. എനിക്ക് നല്ലോണം ഇത് വഴറ്റി കിട്ടണം. മീൻസ് വാടി ഒരു അതാവുമ്പോ പെട്ടെന്ന് കറി ചീത്താവില്ല. കറി ചീത്തയാൻ ബാക്കി ഉണ്ടാവോ? ഇതിപ്പോ ഇന്നത്തോടെ തീരുമായിരിക്കും. കറിവേപ്പില ഇവിടെ തന്നെ ഉണ്ടോ അതോ കടയിൽ നിന്ന്? കടയിൽ നിന്നാണ്. ഇവിടെ പണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഉപ്പുകാറ്റ് അടിക്കണോണ്ടേ പെട്ടെന്ന് അതിൻ്റെ അകത്തൊരു കറുത്ത സാധനം വന്നിട്ട് വെട്ടിക്കളഞ്ഞു. നല്ല വലിയ മരം ഉണ്ടായതാ. ആ സ്ഥാനത്താണ് ഇപ്പൊ ചെമ്പരത്തി അല്ലേ? ചിക്കന്റെ കൂടെ എന്താ ഇഷ്ടം കഴിക്കാൻ? ചോറ്. എനിക്ക് നാടൻ ഫുഡാ ഇഷ്ടം. വീട്ടിലെ ചോറ്, ചിക്കൻ കറി, എന്തെങ്കിലും അച്ചാറ്, കഞ്ഞിപ്പയറും കിട്ടിയാലും ഞാൻ ഓക്കെ. പുറത്തത്തെ ഫുഡ് അത്ര ഇഷ്ടമല്ല. വല്ലപ്പോഴും KFC കഴിക്കും, ഷവർമ്മ. വേറെ ഒന്നും താല്പര്യമില്ല. പിസ്സ, ഷവായി, മന്തി ഒന്നും ഇഷ്ടമല്ല. അടുക്കള കഴിയുമ്പോ വേർക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? അതെ. എനിക്ക് ചൂട് വന്നു കഴിഞ്ഞാൽ പ്രാന്ത് കയറും എനിക്ക്. അടുക്കളയിൽ ആദ്യമായിട്ടാ മേസി കാണുന്നത്. അധികം ഉണ്ടാവും ഇതൊക്കെ. അമ്മക്ക് വേണ്ടി വെച്ചതാണോ? അതെ. ആരാ? മകൻ. അപ്പൊ മകന് ഏറ്റവും ഇഷ്ടം അമ്മയല്ല? അമ്മക്ക് ഏറ്റവും ഇഷ്ടം മകനാട്ടോ. ഞാൻ ഇപ്പൊ പറയുക ഇല്ല, പറ്റൂല. എപ്പം പറഞ്ഞാലും മകൻ പറയണ കേട്ടിട്ട് എന്റെ അടുത്തൊന്ന് എന്നെ വഴക്ക് പറഞ്ഞിട്ടിരിക്കും. അമ്മ ഇപ്പൊ AC ഇടാറില്ല? ഇട്ടിട്ടില്ലല്ലോ. ഇല്ല, അതാ ഇപ്പൊ അപ്പൻ ചോദിച്ചു AC ഇട്ടരണോന്ന്. ഏർക്കുന്നില്ല. അതല്ല, ഇതാ അപ്പൻ ചോദിച്ചു ഇപ്പൊ AC ഇട്ടരണോന്ന്.
ഓ ഓക്കെ അമ്മ അത് വേണ്ട. ഞാൻ പിന്നെ വേർത്തിട്ട് കഷ്ടപ്പാടേ. ഒരു ദിവസം ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു കഷ്ടപ്പാട്. ഞാൻ ഇളക്കി തരണം, കുറച്ച് ഞാൻ ഇളക്കാൻ വേണം. ഞാൻ വേണ്ട ഇങ്ങനെ ഒരുപാട് ഇളക്കണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചേ ശരിക്കും പറഞ്ഞാ വേണ്ട ഞാൻ ചെയ്തോളാന്ന് പറയും. ഞാൻ അങ്ങനെ പറയത്തില്ല, എല്ലാരും പഠിക്കണ്ടേ കുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയില്ലെന്നല്ലേ പറഞ്ഞേ. ചിക്കൻ കറി മാത്രം ഉണ്ടാക്കില്ല, ബാക്കി നാടൻ കറികൾ കണ്ണൂർ സ്പെഷ്യൽ എല്ലാം ഞാൻ ഉണ്ടാക്കും. അപ്പൊ ഒരു ദിവസം വന്നിട്ട് കണ്ണൂർ സ്പെഷ്യൽ. എന്റെ അച്ഛനാണ് എന്റെ ഹീറോ, അച്ഛനാണ് എല്ലാം ഓക്കെ സൂപ്പറാന്ന് പറയുന്നത്. ഇവിടത്തെ അച്ഛൻ അങ്ങനെയല്ല കേട്ടോ, എല്ലാം സൂപ്പറാന്ന് പറയില്ല, കുറവുണ്ടെങ്കിൽ അത് അതേപടി എടുത്ത് പറയും. അതാണ് അമ്മക്ക് ഏറ്റവും കൂടുതൽ അരിശങ്കറിന് ഉണ്ടാക്കി കൊടുക്കാൻ. എന്തുണ്ടാക്കി കൊടുത്താലും ഇടയ്ക്ക് ഇത് കുറവുണ്ട് അത് കുറവുണ്ട്. അപ്പൊ അമ്മ പറയും തനിക്കെന്നപ്പോ ഉണ്ടാക്കാൻ പാടില്ലേ. അപ്പൊ കുക്ക് ചെയ്യോ? അടിപൊളിയായിട്ട് മീൻകറിയൊക്കെ വെക്കും. അപ്പൊ ഇടക്ക് വീട്ടില് കുക്കിംഗ് ഒക്കെ അപ്പിച്ച് ചെയ്യും കേട്ടോ. ഇവിടെ എല്ലാരും ഹെൽപ്പ് ചെയ്യണതാ. ചേട്ടൻ വീടൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് പണിക്ക് പോവും. അമ്മക്ക് വലിയ പണിയൊന്നും ഉണ്ടാക്കി കൊടുക്കൂല ഇവിടെ ആരും. അല്ല അപ്പനിടക്ക് കുക്ക് ചെയ്യുമല്ലോ, ചേട്ടൻ വീടൊക്കെ ക്ലീൻ ആക്കും. ഇളക്കുന്ന മതി നല്ലതായിട്ടോ, ഇളക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാ അങ്ങനെ നമ്മളങ്ങനെ ഞാനും കഴിക്കണ്ടല്ലേ അല്ലേ? ശരി. അപ്പൊ ഇത് കുറച്ചും കൂടി മൊരിയാനൊക്കെ ഉണ്ട് നല്ലോണം അല്ലേ? ഇനി ഒരു റോസ്, ഇത് റോസ് ഇപ്പൊ ഒരു ലൈറ്റ് റോസ് പോലെ ആയി. ഇനി ഒരു ബ്രൗൺ ഷെയ്ഡ് വരണം. കളർ വന്നെടുത്ത് നോക്കണോ ചേട്ടൻ? അപ്പൂനെ ഇളക്കണോന്ന് ചോദിക്കാ ഞാൻ. അപ്പൂ പോയി കണ്ടിന്യൂ. നമുക്ക് ഇങ്ങനെയാണ് ഓരോ സാധനം കുക്ക് ചെയ്യുമ്പോ ഇങ്ങനെ വന്ന് ഇളക്കിക്കൊണ്ടിരിക്കാന്ന് ടേസ്റ്റ് ചെയ്യാനേ ഇളക്കുകയും ചെയ്യാം വേണേ. ശരി, ചൂടടിക്കുന്ന ഒരു പ്രശ്നമാണ്. കണ്ടോ? ഇനിയിപ്പോ ഞാൻ കൈമാറാണ്. എന്നാലും പക്ഷെ കൊള്ളാം. ഞാനിത് എന്തിനാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അറിയാം, ഇത് എങ്ങനെ തിന്നു നോക്കാൻ. ഓക്കെ, അപ്പോഴേക്കെല്ലാം തീർക്കണം. ഏത് പീസ് ഏറ്റവും ഇഷ്ടം? എനിക്ക് എല്ലുള്ള പീസ് ഇഷ്ടം. അതാകുമ്പോ നല്ലോണം വെന്തിരിക്കുമല്ലോ. ദശ മാത്രമായിട്ടുള്ളത് ഇഷ്ടമല്ല. അതാ എനിക്ക് ശരിക്കും ലെഗ് വേണമെന്നൊന്നും ഇല്ല, പക്ഷെ എല്ലുള്ള പീസ് ആയിരിക്കണം. എനിക്ക് ലെഗ് ഭയങ്കര ഇഷ്ടം ആണല്ലേ? തരാവേ ഉണ്ടോ അമ്മ? ലെഗ് കൊടുത്തേക്കണേ. ലെഗിന് ആരെങ്കിലും ഇവിടെ ഇഷ്ടമുള്ളവരുണ്ടോ? ആരെങ്കിലും ഇഷ്ടമുള്ളവരുണ്ടോ? ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ എല്ലാരും എന്താണെങ്കിലും കഴിച്ചോളൂ. അമ്മ ഒന്ന് ഇളക്കി സഹായിക്കുന്നുണ്ടോ? പാവം. അമ്മ ഇങ്ങനെയല്ല, അമ്മക്ക് സന്തോഷം ഇങ്ങനെ. ഇല്ല, എനിക്ക് കുക്ക് ചെയ്യുമ്പോ സാധാരണ ആരും അന്വേഷിച്ചല്ല. പക്ഷെ കുക്ക് ചെയ്യുന്നതേ ഭയങ്കര ഒരു കലയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ മറ്റുള്ളവരെ കൂട്ടുക എന്ന് പറയുമ്പോ അവര് നല്ലതാന്ന് പറയുന്നതേ. അതെ, എനിക്ക് അത് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇവനാണ് ഇടക്ക് ഞാൻ താമസിക്കുന്ന സമയത്ത് ഇവനോട് വന്നിട്ട് പറയും അതെണ്ടായി തരാവേ, ഇതെണ്ടായി തരാവേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കി തന്നിട്ടില്ലേ? ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും. ഞാനായിട്ടൊരു സംഭവം ഉണ്ടാക്കിയായിരുന്നു, ചപ്പാത്തി നൂഡിൽസ്. ഞാൻ അത് ഉണ്ടാക്കി തന്നിട്ടില്ലേ? ചപ്പാത്തി നൂഡിൽസാ ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ. അടിപൊളിയാ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹെൽത്തി ഫുഡ്. നമ്മുടെ ക്യാരറ്റ്, മുട്ട, തക്കാളിയൊക്കെ ഇട്ടിട്ട് നൂഡിൽസ് പോലെ ഉണ്ടാക്കും, കട്ട് ചെയ്തിട്ട്. ചപ്പാത്തി മുറിച്ചിടും. നല്ല ടേസ്റ്റ് ആട്ടോ. ഞാനത് റെന്റിന് താമസിക്കുന്ന ടൈമില് എളുപ്പത്തില് സൂപ്പറാന്ന് പറഞ്ഞു. അല്ലേ? ഉള്ളത് പറഞ്ഞാ മതിട്ടാ. സൂപ്പറാന്ന് പറഞ്ഞു. വാവ്. പറഞ്ഞില്ലെങ്കിൽ എന്നെ നീതി ഉള്ളോന്ന് ചോദിച്ചിട്ടായിരിക്കും. ഞാനുള്ളതാ പറഞ്ഞ. എനിക്ക് സ്പെഷ്യൽസ് വെക്കാൻ ഇഷ്ടം. അമ്മ ഒന്ന് 2 മിനിറ്റ് ഇളക്കി വെറുതെ ഒരു രസത്തിന്. വീഡിയോ ആക്റ്റീവ് ആവട്ടെ. അമ്മ ഇളക്കിയാലേ ആക്റ്റീവ് ആവുള്ളത്. ഈ ചട്ടിയിലൊന്നും വെക്കാറില്ല? എനിക്ക് ചട്ടിയിൽ വെക്കണ ഇഷ്ടമാട്ടോ, പക്ഷെ ഇവിടെ ചട്ടി അങ്ങനെ ഇല്ല. അമ്മ ഇതിലേതാ മുളക് പൊടി കൂടിയത്? ഏതാണ് എരിവുള്ളത്? അല്ല, ഇത് എരിവില്ലാത്തല്ലേ? ചിക്കൻ ഇട്ടിട്ട് നമുക്ക് പിന്നെ വന്ന് ഇതെല്ലാം വെന്തിട്ട് നോക്കാം അല്ലേ? അപ്പൊ അപ്പന്നെ കവർ ചെയ്തിട്ട്. എന്റെ അച്ഛനവിടെ മുങ്ങിയ അച്ഛനെന്തേ അപ്പൊ അമ്മ AC ഇടാറില്ല? ചൂടുള്ള സമയത്ത് കാലത്ത് കൂടുമല്ല.
ആ അപ്പൊ ചൂടില്ലല്ലോ. ഉച്ചയാകുമ്പോ ഇതിന്റെ ഉള്ളിൽ നിക്കാൻ പറ്റൂല. ഷൂട്ടില്ലാത്ത ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോ എന്താ ചെയ്യുന്നേ? മാറി കിടക്കും, വെബ് സീരീസ് കാണും, അമ്മ ഫുഡ് കൊണ്ടുവന്ന് തരും, തിന്നും, പിന്നെയും കിടക്കും. ഇത് തന്നെ. പിന്നെ എനിക്ക് എന്തേലും ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാ ഇപ്പൊ കണ്ടില്ലേ കലാവിരുത്, അതുപോലെ എന്തെങ്കിലുമൊക്കെ വരക്കാൻ തോന്നിയാ വരക്കും. പിന്നെ പുസ്തകം മേടിച്ചു വെച്ചിട്ടുണ്ട്, ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ട് 1-2 മാസം ഇതുവരെ തീർന്നിട്ടില്ല. രാമൻ പോയോ? ആ അത് അടിപൊളിയാട്ടോ, വായിക്കുമ്പോഴേ ഒരു സിനിമ കാണുന്ന ഫീൽ. അതുകൊണ്ട് അതിന് മറ്റേ അവാർഡും കിട്ടിയല്ലോ. അതെ, അടിപൊളിയായിരുന്നു അത്. അമ്മച്ചി കൈ ഒഴിഞ്ഞ്. എന്താടാ? മഞ്ഞപ്പൊടി, മുളക് പൊടി. മുളക് പൊടി ഇത് എരിവുള്ളിയാണ്, കാശ്മീരി. ഇത് കാശ്മീരി മുളക് പൊടി. പിന്നെ ഇത് ഗരം മസാല. ഗരം മസാല എല്ലാത്തിനും മെയിൻ ആട്ടോ. ഗരം മസാല നല്ലതാണ്. നല്ലതാ, നല്ലൊരു സ്മെല്ലും. ഇത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി കണ്ടുപിടിച്ച് കണ്ട, ഇതെല്ലാം അറിയാം. ഇത് കുരുമുളക്. കുരുമുളക് ഇടുക. കുരുമുളക് നമുക്ക് ഞാൻ അങ്ങനെ എപ്പോഴും ഇടാറില്ല, ചില ടൈമിൽ കുരുമുളക് കറി പോലെ വെക്കും, അങ്ങനെ ഇടും. പക്ഷെ ഹെൽത്തിന് നല്ലതാട്ടോ കുരുമുളക്. വെളിച്ചെണ്ണ കുറെ ഒഴിക്കോ? നല്ല പൈസയല്ലേ ഇപ്പൊ വെളിച്ചെണ്ണക്ക്? ആണോ അമ്മ? അല്ല, എണ്ണ നന്നായിട്ട് വേണോ എങ്ങനെയാ? എനിക്ക് ചെയ്യുമ്പോ എണ്ണ വേണം, അത്ര ഓവറായിട്ട് എടുക്കില്ല. പക്ഷെ ഇതൊന്ന് വഴറ്റി കിട്ടാനുള്ള ഭാഗത്തിന്. കുക്ക് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടം എല്ലാവർക്കും അല്ലേ? അത് ടേസ്റ്റ് ആണെന്ന് കേൾക്കുമ്പോ വല്ലാത്ത സന്തോഷം. പക്ഷെ പിന്നെയും പിന്നെ ആക്കാനും പറയും. അതെ, ഇടക്ക് ആലോചിക്കുക എവിടെയൊക്കെ അടയിട്ടാലോന്ന് ഫുഡിന്റെ. ഇല്ലേ അമ്മ? നമുക്ക് ആലോചിക്കാറുള്ളൂ, പറയലേ ഉള്ളു, നടക്കത്തില്ല. സമയം വേണ്ട. സമയമുണ്ട്, നടത്തും ഞാൻ. അതിനെന്നായിരിക്കും പേരിടുക? സോയ ഓൾറെഡി ബ്രാൻഡഡ് ആണ്, അതിന് തന്നെ കൂട്ടിയിട്ട് ആക്കിയാൽ മതി. അതില് അമ്മയുടെ പേരിട്ടാലോ എന്ന് ആലോചിക്കുക. ടെൽമ ഇവിടെ ഇല്ലല്ലോ. അമ്മയുടെ പേര് ടെൽമ എന്നാ, ഭയങ്കര വെറൈറ്റി പേരാ അമ്മ. ടെൽമ. അതെ, ടെൽമി ടെൽമ. പള്ളിയിലിട്ട പേരെന്താ അമ്മ? പറയൂല. മരിയ കുറേറ്റ. മരിയ കുറേറ്റ. അമ്മയോട് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. ഇനി അമ്മയുടെ ഊഴമാണ്. ഇനി അമ്മയുടെ അച്ഛൻ്റെ. പേടിക്കണ്ട. അപ്പൊ ഇപ്പൊ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതാണ്, വെള്ളം ഒഴിച്ചത് ഇതാവുമ്പോഴേ സ്മെല്ല് വരണം. ഞാനിടക്ക് അമ്മനോട് പോയി ചോദിക്കും, മണമനുണ്ടാ എന്നൊക്കെ ചോദിക്കും. അമ്മ വെള്ളം എടുത്തോന്ന്. ഏതാ ഞാൻ എടുക്കാം? എവിടെയാ? ഇല്ല, കപ്പിലെടുക്കണം. അമ്മ എടുത്തോളൂ. അമ്മ ഈ വെള്ളം കുടിക്കട്ടെ? കുടിച്ചു. ഇങ്ങനെ വഴറ്റി നമ്മൾ ആദ്യത്തെ വെള്ളം വറ്റിച്ച് നല്ല ഗ്രേവി ആക്കി എടുക്കണം. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി കിട്ടും. ഒറ്റയടിക്ക് വെള്ളത്തിട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്ന ആ ഗ്രേവി കിട്ടില്ല. ഇതൊന്ന് വോയിസ് ആയിട്ട് എനിക്ക് ഇട്ടുതരാമോ? ഇതിൻ്റെ അത് കേൾക്കൂലേ? ഓ, അങ്ങനെ ചെയ്യാനാണോ? ഞാൻ ഏതൊരു മീൻകറിയുടെ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ ആ ടൈമില് അതിന് മാത്രം നല്ലോണം വ്യൂ വന്നിട്ടുണ്ട്. എല്ലാരും ട്രൈ ചെയ്തിട്ട് കൊള്ളാന്നും പറഞ്ഞു. മീനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നാ മീൻ പറഞ്ഞാൽ മതിയായിരുന്നു. പറയണ്ടേ അപ്പാ? ചിക്കനാണ് പിന്നെ പ്രോട്ടീന്. കടലിലേക്ക് എന്നാലും നല്ല ഫ്രഷ് മീൻ കിട്ടൂല അപ്പന് നല്ല ഫ്രഷ് മീൻ കിട്ടില്ലേ? സോറി, ഞാൻ കിച്ചണിൽ കയറിയപ്പോ മുടി കെട്ടി വെക്കാൻ മറന്നുപോയി. പക്ഷെ ഞാൻ അനക്കിയിട്ടില്ല കേട്ടോ, വീടത്തില്ല. ഇവിടെ നിന്ന് മാത്രം ഇങ്ങനെ ഒതുക്കിയിട്ടേ ഉള്ളൂ. അത് തുടക്കണ്ട, വേർത്ത് ഇതായിട്ടിരിക്കുക. കഷ്ടപ്പാട് കാണണ്ടേ? എനിക്ക് അതെ, എനിക്ക് ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടി ഗ്രേവി പോലെയാക്കാം. അപ്പൊ ചിക്കൻ വേവാൻ വെള്ളം വേണ്ട? അത് ലാസ്റ്റ്. ഷെഫ് സോന ഫിലിപ്പാണ് എന്നോടൊപ്പം ഉള്ളത്. എനിക്കിങ്ങനെ കൂടുതലും നേരത്തെയൊക്കെ മധുരം ഉണ്ടാക്കാനായിരുന്നു ഇഷ്ടം. പാൽപ്പേട ഉണ്ടാക്കിയിട്ടുണ്ട്, ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്,
പിന്നെ വെട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. വെട്ട് കേക്ക് എന്റെ ഫേവറേറ്റാ. അത് ഒരിടക്ക് ഒരു പെട്ടിക്കത് നിറച്ചുണ്ടാക്കി വെച്ചല്ലേ അമ്മ ഓരോ ദിവസം കഴിച്ചത്. ചേച്ചിക്ക് എന്താ ഫേവറേറ്റ് അല്ല? കണ്ണൂരത്തെ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. എന്റെ റെസിപ്പിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. അത് ശരി. സവാള, പച്ചമുളക് എല്ലാം വേണം. പിന്നെ ഇഞ്ചി. അതിന്റെ അകത്ത് എന്താ സ്പെഷ്യൽ ആയിട്ട് അവിടെ കണ്ണൂര് ഇതെന്ന് പറയുമ്പോ? കണ്ണൂര് എന്ന് പറയുമ്പോ ചിക്കൻ എടുത്തിടുന്നു, മാത്രം എടുത്തിടും. വീട്ടിലാണെങ്കിൽ ചട്ടിയിൽ വെക്കുന്ന ഇഷ്ടം. അടുപ്പില് ചട്ടിയിൽ. എന്തിലാ വെക്കുന്നത്? അല്ല, ഇങ്ങനെയല്ല, ചട്ടിയിൽ വെച്ചിട്ട് അടുപ്പിൽ ചട്ടിയിൽ വെക്കും. എന്നിട്ട് വെക്കുമ്പോ അമ്മ അത് വെച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ വെച്ചിട്ടില്ല. ചട്ടിയിൽ വെക്കുമെന്നോ? അടപ്പിലല്ലേ ചട്ടിയിലല്ലേ? അടുപ്പില്. ഏത് മറ്റേ അടുപ്പ്? വിറകടുപ്പില്ലേ? ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ തിന്നിട്ടേ ഉള്ളൂ. ഇതുവരെ ചിക്കൻ കറി ഞാൻ വെച്ചിട്ടില്ലല്ലോ ഞാൻ വീട്ടിൽ നിന്ന്. ഗുഡ് ഗേൾ. പിന്നെ മീൻ കറി നല്ല രസത്തിൽ വെക്കും, മുളകിട്ടിട്ട്. ഇവിടെ എന്റെ അച്ഛന്റെ ചില കറിയൊക്കെ ഭയങ്കര വെറൈറ്റി. ചില സമയത്ത് നമ്മള് ഉള്ളി നമ്മൾ ചതച്ച് ജസ്റ്റ് പേസ്റ്റ് ആക്കില്ല, അതിന് വരെ അപ്പൊ അടപ്പത്തിട്ട് ഉണ്ടാക്കും. അപ്പൊ ഞാൻ ചോദിക്കും അപ്പനെ നീ അടപ്പത്തിട്ടുണ്ട്. പക്ഷെ അത് വേറൊരു ടേസ്റ്റ് ആണ്. അടുപ്പത്തിട്ട് ചുട്ടെടുക്കണം. മുളക്, പിന്നെ ഉള്ളി, അതൊക്കെ ചുട്ടെടുത്തിട്ട് ആക്കുന്ന ഒരു ചമ്മന്തി ഉണ്ട്. കണ്ണൂർ വരുമ്പോ ഞാൻ ഉണ്ടാക്കി തരാം ഇതുപോലെ. ഇതിന്റെ ഒരു കുക്കറി വീഡിയോ ഷൂട്ട് ചെയ്തോ? ഷുവർ. എന്താ കറി? എന്തായാലും നമുക്കിനി ഗ്രേവിയിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിടാം. ബിൻഷയുടെ ലെഗ് പീസ്. ലെഗ് 2 ഉണ്ടാവും. അല്ല, ലെഗ് 2 ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞ. രണ്ടാമത്തെ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. അതേ കിട്ടി. ഇവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാ? രണ്ടാമ ഞാൻ ചോദിക്കുമ്പോ ഉണ്ടോ അമ്മ? ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഭാരിച്ചമായ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല. വേണ്ട, വേണ്ടാത്ത മണിക്ക് വെറുതെ അതാദ്യം ജസ്റ്റ് വീണില്ല തടച്ചു വെക്കാം. ഇത് ഏതിന്റെയൊക്കെ ഏതാന്ന് എനിക്കറിയില്ല. ഇത് മല്ലിപ്പൊടി ആയിരിക്കും അല്ലേ? കണ്ടുപിടിച്ചൊന്നൊക്കെ. അപ്പൊ ഇനി ഇത് ആവട്ടെ അല്ലേ? ആയിട്ട് വരാം നമുക്ക്. അപ്പൊ ഇവിടെ തന്നെ നിൽക്കണേ, ചിലപ്പോ കരിഞ്ഞു പോവേ. ഓക്കെ. കരിഞ്ഞു പോയ പിന്നെ എല്ലാ ടേസ്റ്റും അങ്ങ് പോയി. ഇത് കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞെന്നും പറഞ്ഞ ആരും ഇട്ടിട്ടും പോരുതട്ടെ. പാത്രം കഴുകാനുണ്ട്. പാത്രം ഞാനുണ്ട്. അത് പിന്നെ പാത്രം കഴുകല് വലിയ. അല്ല, ഞാൻ ഈ പാത്രം കഴുകുമോ? എന്നിട്ട് കിച്ചണിൽ കയറി കഴിഞ്ഞാ എനിക്ക് ഫുള്ള് പിന്നെ ക്ലീൻ ആവണം. ഈ ഒരു കാര്യം ചെയ്യണേന് വരെ 4-5 പണികളായിരിക്കും ചെയ്യണം. അത് നല്ല ഒരു സ്വഭാവട്ടോ. അത് നല്ല സ്വഭാവട്ടോ. അതെ, നല്ല സ്വഭാവം. അമ്മക്ക് അതില്ല. അമ്മച്ചി എല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു മോളെ കിട്ടിയത് ഭാഗ്യം കേട്ടോ. നല്ല സ്വഭാവം, നന്നായിട്ട് പാചകം ചെയ്യും, അഭിനയിക്കും, ബിസിനസ് ചെയ്യണം, എല്ലാം കൊണ്ടും അമ്മ ലക്കിയ കേട്ടാ അല്ലേ അമ്മേ? അതാണ് ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടി ഞാൻ എന്തെങ്കിലും അനുസരണക്കേട കുരുത്തക്കേട കാണിച്ച അപ്പ പറയും ഞാൻ ചീത്ത കൊച്ചാന്ന്. കുറച്ചൊക്കെ നല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിന്നാ മതി. അതെനിക്ക് അതാണ് വേണ്ടത്. പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. അതാ, അപ്പൊ അതും കൂടി നമ്മള് കാണിച്ചിട്ടുണ്ട്. പാത്രം കഴുകുന്നില്ല. അതിന് ഞാൻ പാത്രവും കൂടി കഴുകും. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി കഴുകണല്ലോ. ഞാനിങ്ങനെയല്ലോ, ഇങ്ങനെയാണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിത് കൂടുതലായിട്ട് ചെയ്യിച്ചു തോന്നുന്നുണ്ടോ? മതി, ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ. ഞാൻ കഴുകണോ? വേണ്ട, അതിന് വേണ്ടിയല്ലേ. അതെനിക്കറിയാം, വേണ്ടാന്നേ പറയൂന്ന്. വീട്ടിൽ വന്ന അതിഥികളെ നമ്മള് പാത്രം കഴിക്കാൻ പാടില്ല, ജസ്റ്റ് ഇളക്കി ചെല്ലോ. അതെ, അത് ശരി. അത് എനിക്ക് ഇളക്കുന്ന ഇഷ്ടമല്ലേലും. പാചകം തന്നെയാണോ ഇളക്ക ഇഷ്ടം? പാചകം തന്നെയാണോന്ന്. അപ്പൊ ചിക്കൻ ആരാ വാങ്ങിക്കൊണ്ടുവന്ന? അച്ഛനാ? അച്ഛൻ. ഇടയ്ക്ക് ചിക്കൻ എന്താ വില? അപ്പാ അത് ഓരോന്നേന്റെ വെയിറ്റ് അനുസരിച്ചല്ലേ. ഇവിടെ കൊച്ചിയില് നല്ല ചിക്കൻ കിട്ടുമോ? ഞങ്ങൾ ഇവിടെ അത്തിപ്പൊഴിന്നാ മേടിക്കുന്നത്.
എനിക്ക് പറഞ്ഞു തരണ്ട, ഞാൻ പറയാം ട്രോളാനായി. ചിക്കൻ എന്ന് വെച്ചാ ചിക്കന് എല്ലാ ചിക്കനും ഒന്ന് തന്നെ, പക്ഷെ എന്നാലും ഒരു വെറൈറ്റി ഉണ്ടോ ഇവിടുത്തെ ചിക്കന്? ചില സ്ഥലത്തുനിന്ന് മേടിക്കുമ്പോ ചിക്കൻ ഇച്ചിരി വേവല് കുറവുണ്ടാവുമല്ലോ. ഓ ഓ, അങ്ങനെ വരുമ്പോ അത് ചീത്തതാന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ അത്ര ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന് മനസ്സിലാവും. ചിക്കൻ അങ്ങനെ മനസ്സിലാക്കാനുണ്ടല്ലേ? നാടൻ കോഴിയാണോ ഇഷ്ടം, ബ്രോയിലർ ആണോ? എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. പക്ഷെ എനിക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ഇഷ്ടമുള്ളൂ. ഫുഡിനോട് അത്ര വലിയ ഇതൊന്നും താല്പര്യമില്ല. പക്ഷെ പെറുക്കി തിന്നുന്ന സാധനങ്ങൾ കിട്ടും. എന്നെ പോലെ തന്നെ താല്പര്യമില്ല. അങ്ങനെ പറയില്ലേ? അങ്ങനെ പറയില്ലേ. സത്യം പറഞ്ഞായിരുന്നു ഒരു പപ്സേ കഴിച്ചുള്ളൂ. ആണോ? സാരമില്ല, അപ്പൊ ചോറും കറിയും കഴിക്കും. ഇന്നലെ കപ്പയും ബത്താസ് മധുരൊക്കെ. എന്ത് സാധനം അത്? നമ്മുടെ നാട്ടില് ബത്താസ് എന്നാ പറയാ. എന്ത് സാധനം? മധുരക്കിഴങ്ങ്. ആണോ? അവിടെയൊക്കെ വേറെ ലോകമാണ്. അതെ. അപ്പോ കണ്ണൂരേക്ക് ഞാൻ ക്ഷണിക്കാണ് ഇങ്ങനെ കുക്ക് ചെയ്യാനും. അല്ലേലും എല്ലാരും പറഞ്ഞ ഇച്ചിരി സഹായം കൂടുതലാണ്, അത് മുതലെടുക്കരുത് സജി. സോറി. അപ്പൊ പാത്രം കഴുകി കഴിഞ്ഞു. യെസ്. നീ ഇപ്പൊ ഇവിടെ തുടക്കുന്നുണ്ടാ? ഓ, അതും കൂടെ ഞാനാണ്. ഇത് ഇളക്കണായിരുന്നാ? ഇല്ല, അതൊന്നും ജസ്റ്റ്. ആയോ ചിക്കൻ കറി? തുറക്കാൻ ഇനി എനിക്ക് കുറച്ച് ജലദോഷം ആയതുകൊണ്ട് കേട്ടാ അങ്ങനെ പെട്ടെന്ന്. ഓക്കേ. വെന്തു ഇല്ലേ? വെന്തു. എന്താ ഉള്ളത് അറിയട്ടാ? സത്യം നല്ലതാ. നമുക്ക് ചോറ് കഴിച്ചാലോ? സൂപ്പറായിട്ട്. അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എനിക്കാണേ ഈ എല്ലിന്റെ പീസ് തന്നെ ചിക്കൻ ലെഗ് ഉണ്ട്. ചിക്കൻ ഇല്ലേ പൊള്ളി പോവും എന്റെ നാവ്. ഇതാണ് കറി, ചിക്കൻ കറിയാണ്. കൊച്ചിക്കാരുടെ ചിക്കൻ കറിയാണ്. ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ് കൊച്ചിയിലെ ചിക്കൻ കറി. ഹോട്ടലിൽ നല്ലാതെ കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് വ്യത്യാസം നോക്കാം. മലബാർ ചിക്കൻ കറിയും ഇവിടുത്തെ ചിക്കൻ കറിയും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പൊ കഴിക്കുമ്പോ ഏതായാലും പിന്നെ ഇത് എടുക്കാത്തയോ നല്ലത്. അപ്പൊ ഓക്കെ സെറ്റ്. അപ്പൊ ഓഫ് ആക്കാനായോ? പിന്നെ അച്ഛൻ കുറെ നേരമായി ബോറടിച്ചിരിക്കുന്നു. അച്ഛൻ്റെ അടുത്ത് പോയാലോ? ഞാൻ വരണോ? വേണ്ടല്ലോ. ഇനി അച്ഛനും അമ്മയും, ഇനി അച്ഛൻ്റെ അമ്മേന്റെ അടുത്ത് പോവാം.